അപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സ്റ്റോറേജ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതെങ്ങനെയാണുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതായത് നിങ്ങളുടെ ഫയൽ മാനേജർ ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ സെറ്റിങ്സ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാതെ കുറച്ച് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നതോടുകൂടെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഫയൽ മാനേജർ ഓപ്പൺ ആക്കാൻ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഒറിജിനൽ ഫയൽ മാനേജറും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനിയല്ല ഇതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഫയൽസ് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്താലും മതി. കുറച്ച് MB ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒറിജിനലായിട്ട് കിടക്കുന്ന നിങ്ങളുടെ ഫയൽ മാനേജർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ഗൂഗിൾ ഫയൽസിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഒരു 3 ലൈന്. ഈ 3 ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അന്നേരം ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കും താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഷോ ഹിഡൻ ഫയൽസ് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഡിസേബിൾ ആണ്. ഇത് എനേബിൾ ആക്കി കൊടുക്കുക. എനേബിൾ ആക്കി കൊടുത്തതിന് ശേഷം നേരെ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ സ്റ്റോറേജിൻ്റെ ഇൻ്റർണൽ സ്റ്റോറേജ് ഇവിടെ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും പിക്ചേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇത് ആ ഒരു ഓപ്ഷനെ എനേബിൾ ആക്കിയാൽ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ പിക്ചർ എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഡോട്ട് ഇട്ടിട്ട് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഡോട്ട്, പിന്നെ തംബ്നെയിൽസ്. ഈ ഒരു മൊബൈൽ ഫോണിൽ ഈ ഫസ്റ്റ് ഡോട്ട് ഇട്ടിട്ട് തംബ്നെയിൽസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ ഫസ്റ്റ് ഡോട്ട് ഇട്ടിട്ടുള്ള ഏതൊക്കെ ഫോൾഡർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ള ഫോൾഡറുകളിൽ ഒന്ന് ഇതുപോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ തംബ്നെയിൽസ് ഓൾമോസ്റ്റ് എല്ലാവരുടെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ നമ്മൾ എടുക്കുന്ന ഓരോ ഫോട്ടോസും അതൊരു കോപ്പി ആയിട്ട് മാറിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ആകുന്നത് കൂടെ നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ഓളിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്താൽ എല്ലാം സെലക്ട് ആയിരിക്കുന്നതാണ്. ഇനി നിങ്ങൾക്കിവിടെ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഈ ഡിലീറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മൂവ് ടു 551 ഫയൽസ് ടു ഡ്രാഷ് ഉണ്ട്. ഇപ്പോൾ വീഡിയോക്ക് ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ പിന്നാണ് ഡിലീറ്റ് ആക്കുന്നത്. നിങ്ങൾക്കിവിടെ ഡിലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നേരെ ബാക്ക് വന്നാൽ ഇവിടെ ഈ 3 ലൈൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ 3 ലൈന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ട്രാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത എല്ലാ ഫയൽസും ഇവിടെ കാണാൻ സാധിക്കും. വീണ്ടും നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഡിലീറ്റ് ആക്കിയാൽ അത് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ആവുന്നതാണ്. ഇനിയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു ഓപ്ഷൻ. അതായത് നിങ്ങളുടെ ഏത് ഫയൽ മാനേജറിലും ഉണ്ടായിരിക്കും ഇതുപോലെ ഇൻ്റർണൽ സ്റ്റോറേജ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ ഇതുപോലെ വാട്സപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. വാട്സപ്പ് ഇനി വാട്സപ്പ് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ എല്ലാവരുടെ മൊബൈൽ ഫോണിൽ ഇവിടെ ഈ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളതുപോലെ ഈ ആൻഡ്രോയിഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഈ വാട്സപ്പ് കാണിക്കാത്തവരാണെങ്കിൽ വാട്സപ്പ് കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ആൻഡ്രോയിഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. മീഡിയയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ whatsapp.com എന്നതിന് പകരം com.whatsapp എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും വാട്സപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇനി കാണിക്കുന്നത് പോലെ ഇനി ഇവിടെ കാണിക്കുന്നവർ ഇവിടെ വാട്സപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നത് പോലെ ഇതുപോലുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ലഭ്യമാകും. ഇവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഇവിടെ കാണാൻ സാധിക്കും താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ മീഡിയയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഓപ്ഷൻ ഇവിടെ എനേബിളായി വരിക. ഇവിടെ എല്ലാം എനേബിളായി വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും ഒരു ഉദാഹരണത്തിന് ഞാനിവിടെ വാട്സപ്പ് വീഡിയോ ആണ് എടുത്ത് കാണിക്കാൻ പോകുന്നത്. വാട്സപ്പ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതായത് ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് 1 GB ഫയൽ വന്ന ഏതെങ്കിലും വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു സമയത്ത് നിങ്ങളുടെ സ്റ്റോറേജിലേക്ക് 1 GB സ്റ്റോറേജ് കുറഞ്ഞ് ഇനി
മറ്റൊരു വ്യക്തി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ആ ഒരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കാൻ. അങ്ങനെ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ 1 GB കൂടി നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്റ്റോറേജ് നിങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ട്. അതാണ് തിരിച്ചെടുക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് വാട്സപ്പ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സെൻഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എക്സ്ട്രാ വന്നിരിക്കുന്ന നിങ്ങൾ സെൻഡ് ചെയ്ത വീഡിയോസാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. ഇവിടെ സെലക്ട് ഓൾ കാണിക്കുന്നുണ്ട്. സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഡിലീറ്റ് കൊടുക്കുക. ഈ ഡിലീറ്റ് കൊടുക്കുന്നതോടുകൂടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് സ്റ്റോറേജാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇനി ഇത് മാത്രമല്ല, നിങ്ങളുടെ ഫോട്ടോസും അതുപോലെ തന്നെ വാട്സപ്പ് ഓഡിയോയും ഇതിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇതിപ്പോൾ വാട്സപ്പ് വീഡിയോ ഓക്കെ ആയി. ഇനി അതുപോലെ തന്നെ ബാക്ക് വന്നതിന് ശേഷം വാട്സപ്പിൻ്റെ ഇമേജും ഇതുപോലെ തന്നെ സെൻഡിൽ വന്നതിന് ശേഷം നിങ്ങൾ എല്ലാം ഡിലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പ് ഓഡിയോയും ഇത്രയും കാര്യം ഡിലീറ്റ് ചെയ്തതിന് ശേഷം നേരെ ബാക്ക് വരിക. ഫുള്ള് ബാക്ക് വന്ന് ഹോം പേജിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 ലൈന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡ്രാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ ഡിലീറ്റ് ചെയ്തതൊന്നും നമുക്ക് ഒഴിവായി കിട്ടിയിട്ടുണ്ടാവില്ല. ഈ ഒരു ഭാഗത്ത് എല്ലാം ഇവിടെ വന്ന് കിടക്കും. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എല്ലാം ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്റ്റോറേജ് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഓക്കെ.